സമൂഹത്തിൽ ഏറ്റവും അധികം അനാചാരങ്ങൾ നിലകൊള്ളുന്ന ഒരു മേഖലയാണ് മരണാനന്തരം ചെയ്യുന്ന കർമ്മങ്ങളിലും സംസ്കരണ പ്രവർത്തനങ്ങളിലും. നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ട തൻ്റെ മുസ്ലിം സഹോദരന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അതൊരു ബാധ്യതയായ കാര്യമാണ്. മുസ്ലിങ്ങൾ പരസ്പരമുള്ള ബാധ്യത 6 കാര്യമായി പഠിപ്പിച്ചപ്പോൾ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അവൻ്റെ മയ്യത്തിനെ അനുഗമിക്കുക. അതൊരു വിശാലമായ പ്രയോഗമാണ്. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടതു മുതൽ ആ ഭൗതിക ശരീരത്തെ ഏതെല്ലാം കാര്യങ്ങളാണ് അതിനു വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്, പരിചരണമായി ചെയ്യേണ്ടത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കാലാകാലങ്ങളായി സലഫുകൾ, അത് മുൻഗാമികൾ, സ്വഹാബികൾ അടക്കമുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് അതാണ് നമ്മളും ചെയ്യേണ്ടത്. നമുക്കറിയാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം മരണപ്പെട്ടാൽ, ഒരു സമൂഹത്തിൽ ഒരു മുസ്ലിം മരണപ്പെടുന്നു, ആ മുസ്ലിമിന് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വാസികൾ പരസ്പരം നിർവഹിക്കേണ്ട കാര്യങ്ങൾ, അത് മയ്യത്ത് കുളിപ്പിക്കുന്നത് അതിലൊന്നാണ്. മരണപ്പെട്ടാൽ കണ്ണുകൾ അടക്കുകയും ശരീരം ഒതുക്കി വെക്കുകയും ചെയ്യുന്നത് മുതൽ തുടങ്ങി പ്രത്യേകമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പഠിപ്പിക്കപ്പെട്ടതുപോലെ തുണിയും വെള്ളവും ഉപയോഗിച്ച് മയ്യത്ത് കുളിപ്പിക്കുകയും പിന്നീട് അതിനെ കഫൻ ചെയ്യുക എന്ന് നമ്മൾ പറയുന്ന രൂപത്തിൽ മയ്യത്തിനെ പൊതിഞ്ഞ് ശുദ്ധമാക്കി ഖബറിൽ ഇറക്കി വെക്കുന്ന അവസാന സമയം വരെ ചെയ്യേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ സമൂഹത്തിൽ ഇന്ന് അങ്ങനെയല്ല. ആളുകൾ എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ മയ്യത്തെ സംസ്കരിക്കേണ്ടത് എന്നതിന് അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശ്വാസികൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരി നാട്ടിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നതാണ് പൊതുവെ ആളുകളുടെ സംസാരവും ആളുകളുടെ ഒരു പ്രവർത്തന രീതിയും. നമ്മുടെ വീട്ടിലൊരു മരണം ഉണ്ടായാൽ അതെങ്ങനെയാണ് നമ്മുടെ ഉമ്മയെ, നമ്മുടെ സഹോദരനെ, സഹോദരിയെ, ഭാര്യയെ, ഭർത്താവിനെ ദീന് പഠിപ്പിക്കുന്ന രൂപത്തിൽ യാത്ര അയക്കേണ്ടത് എന്ന് ഓരോ മനുഷ്യരും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഒരു വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. എന്നാൽ നമ്മളൊക്കെ ചെയ്തു വരുന്ന കാര്യങ്ങൾ അങ്ങനെ സജീവമായി ഇടപെടുന്നവർ 1-2 ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാകും. അപ്പൊ അവരോട് തന്നെ എന്താണ് ഇങ്ങനെ ചെയ്തതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ അത് ഹദീസിന്റെ വെളിച്ചത്തിലാണ്, പ്രവാചകന്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിലാണ് എന്നതായിരിക്കില്ല പലപ്പോഴും ഉത്തരം. നാട്ടിൽ കാലങ്ങളായി ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നായിരിക്കും ഉത്തരം ഉണ്ടാവുക. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യേണ്ട തജ്ഹീസുൽ മയ്യിത്ത്, അത് വേറെ തന്നെ കാര്യമാണ്. മരണപ്പെട്ടാൽ ആ ഭൗതിക ശരീരത്തിന്റെ കണ്ണടച്ചു വെച്ചു കൊടുക്കുന്നത് മുതൽ ഖബറടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മയ്യത്തിനെ ഒരുക്കുക എന്ന് സാധാരണ കർമ്മശാസ്ത്രത്തിൽ പറയുന്ന ഒരു ഭാഗം, അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മളെല്ലാവരും വ്യക്തിപരമായി പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ജ്യേഷ്ഠൻ അനുജന്മാരും ഒക്കെ മരണപ്പെട്ടാൽ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യതപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കൽ, അത് ഓരോരുത്തർ വ്യക്തിപരമായി ചെയ്യേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ നമ്മൾ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പൊതുവെ നമുക്ക് എന്തൊക്കെ ചെയ്യാം, അവിടെയും വലിയ അർത്ഥത്തിലുള്ള ചൂഷണം. വിശ്വാസികളുടെ പണം പരലോകത്തിന്റെ മൂടുപടം വെച്ചുകൊണ്ട് ഭക്ഷിക്കുന്ന, തിന്നുന്ന, പറ്റിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ ചെയ്യുന്നവർ വളരെ സതുദ്ദേശത്തിലായിരിക്കും ചെയ്യുക. ഉപ്പ മരണപ്പെട്ടു, ഉപ്പക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, പരലോകത്ത് മോക്ഷം കിട്ടണം എന്ന അർത്ഥത്തിൽ ചെയ്യുന്നവരാണ്. പക്ഷെ ഒരു വിഭാഗം ആളുകൾ അവരുടെ പണത്തെ വളരെ വൃത്തിയായി അല്ലെങ്കിൽ വളരെ ബോധപൂർവമായി ചൂഷണത്തിനിരയാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു മരണപ്പെട്ട വ്യക്തിക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നത് നമ്മൾ പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ചെയ്യാൻ കഴിയുന്ന മരണപ്പെട്ട നമ്മുടെ ഒരു ബന്ധുവിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു രക്തത്തിൽ പിറന്ന വ്യക്തിക്ക്, നമ്മുടെ ആദർശ സുഹൃത്തിന്, സഹോദരന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ ഉത്തരം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹളർതുമുൽ മരീള അവിൽ മയ്യിത, നിങ്ങളൊരു രോഗിയെ സന്ദർശിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മരണവീട്ടിൽ മയ്യത്തിനെ സന്ദർശിക്കാൻ പോയാൽ ഫഖൂലു ഖൈറൻ, നിങ്ങൾ നല്ലത് മാത്രം പറയണം. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, അവിടെ കൂടിയിരിക്കുന്ന മലക്കുകൾ നിങ്ങളുടെ സംസാരങ്ങൾക്ക് ആമീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു രോഗിയെ സന്ദർശിച്ചാൽ അവർക്ക് സമാധാനപ്പെടുന്ന വാക്കുകൾ പറയണം, രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്കും അവരുടെ കുടുംബത്തിനും മനസമാധാനം കിട്ടുന്ന സംസാരങ്ങൾ പറയണം. ദുഷിച്ചത് പറയരുത്, പ്രയാസപ്പെടുന്നത് പറയരുത്, അതുപോലെ തന്നെ കുത്തുവാക്കുകൾ പറയരുത്. ഏതെങ്കിലും നിലക്ക് ആ വ്യക്തി നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്മരിച്ചെടുക്കേണ്ട ഘട്ടമല്ല അത്. കാരണം നമ്മൾ കാണുന്ന മനുഷ്യർക്കും അപ്പുറത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ മലക്കുകൾ
അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വാക്കുകൾക്ക് അവർ ആമീൻ പറയുന്നുണ്ട്. അത് ഗുരുതരമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് വേണ്ടി എന്താണ് അവിടെ ഖൈറായത് പറയണമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. നമ്മളറിയാം, രോഗിയെ സന്ദർശിച്ചാൽ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി അതിന്റെ വാചകങ്ങൾ അറിയില്ലേ, അവരുടെ രോഗശമനത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പോരുക എന്നതാണ് ചെയ്യേണ്ടത്. ഒരു മയ്യത്തിനെ സന്ദർശിക്കാൻ പോയാലോ 2 കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ പ്രാർത്ഥിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥനയായി ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് 2 കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളണം. ഒന്ന്, ആ മരണപ്പെട്ട മയ്യിത്തിനു വേണ്ടിയുള്ള ഇസ്തിഗ്ഫാറാണ്, അദ്ദേഹത്തിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ. മരണത്തോടുകൂടെ ബർസഹിയായ ജീവിതം അദ്ദേഹത്തിന് ആരംഭിച്ചു കഴിഞ്ഞു. ആ ആരംഭിച്ചു കഴിഞ്ഞ ജീവിതത്തിൽ അദ്ദേഹത്തിന് സ്ഥൈര്യവും സൗഖ്യവും ഉണ്ടാകാനാണ് ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തേത്, അദ്ദേഹം ഇവിടെ ബാക്കിയാക്കി പോയ കുടുംബത്തിന് സ്ഥൈര്യം കൊടുക്കാൻ, മാനസികമായ സ്ഥൈര്യം, ഈ പരീക്ഷണ ഘട്ടത്തെ മറികടക്കാനുള്ള ഈമാനികമായ സ്ഥൈര്യം അതവർക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയാണ്. അതോടൊപ്പം മയ്യത്ത് നിസ്കാരം, അതാണ് ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നമ്മൾ എല്ലാവരും നിർവഹിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്ത്, ഒരു മുസ്ലിം മരണപ്പെടുന്നു, ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ, 40 ആളുകൾ ആ മനുഷ്യന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്യുന്നു എങ്കിൽ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ, ആരൊക്കെ 40 ആളുകളല്ല, തൗഹീദുള്ള മുവഹിദീങ്ങളായ അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത 40 ആളുകൾ അവനു വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്താൽ ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, അവർ ഈ 40 ആളുകൾ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുകയാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ അവരുടെ ആ ശഫാഅത്തിന്റെ ശുപാർശയെ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾ ഒരു സഹോദരൻ മരണപ്പെട്ടാൽ അവന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഖീറാത്ത് പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഇനി ആ മയ്യത്ത് നിസ്കാരത്തിന് ശേഷം ഖബറിൽ ഇറക്കുന്ന സമയം അവന് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അവിടെയും അനുഗമിക്കുന്നുണ്ടെങ്കിൽ 2 ഖീറാത്ത് പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഒരു ഖീറാത്ത് എന്ന് പറയുന്നത് ഉഹുദ് മലയോളം സമാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഏത് ബന്ധവും നോക്കാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സഹോദരനോടുള്ള, മുസ്ലിം സഹോദരനോടുള്ള നമ്മുടെ ബാധ്യത. അങ്ങനെ മരണവാർത്ത കേട്ടാൽ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ അങ്ങനെ മയ്യത്ത് നിസ്കരിക്കുക എന്നതാണ് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം പ്രാർത്ഥനയുടെ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് തസ്ബീത്താണ്, അഥവാ ഖബറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്തി വഖഫ അലൈഹി ഫഖാൽ, ഒരു മയ്യത്തിനെ ഖബറടക്കി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുമായിരുന്നു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പാപമോചനത്തെ ചോദിക്കുക. വസലൗ ലഹു അത്തസ്ബീത്, അവന് സ്ഥൈര്യം കിട്ടാൻ, ഉറപ്പ് കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഫഇന്നഹുൽ ആൻ യുസ്അൽ, എല്ലാവരും ഖബറടക്കി മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവൻ ഇതാ ഈ സമയം മുതൽ ചോദിക്കപ്പെടാൻ പോവുകയാണ്. അവന്റെ ദീനിനെ കുറിച്ച്, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അവന്റെ നിലപാടുകളെ കുറിച്ച് ഈ ഖബറിൽ വെച്ച് അവൻ ചോദിക്കപ്പെടുകയാണ്. ആ ചോദ്യങ്ങൾക്ക് സ്ഥൈര്യമായി മറുപടി പറയാൻ അവർക്ക് സാധിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം, ചോദിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. അതാണ് തസ്ബീത്ത്. അത് സ്ഥിരപ്പെട്ടതാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷേ ഒരു പ്രശ്നം അവിടെ ഉള്ളത്, ഇത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഖബറടക്കി കഴിഞ്ഞാൽ ആ സഹോദരന് വേണ്ടി തസ്ബീത്ത് ചൊല്ലുന്നവരാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ആ സഹോദരന് വേണ്ടി തസ്ബീത്ത് ചോദിക്കണം. പക്ഷെ ഇത് എങ്ങനെയാണ് അതിന്റെ വാചകങ്ങൾ, അത് ഹദീസിൽ വന്നതല്ല. ആളുകൾ പലപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ മയ്യത്ത് നിസ്കാരത്തിൽ 4 തക്ബീറുകളുണ്ട്. ആ 4 തക്ബീറിൽ 3 തക്ബീറിന് ശേഷവും എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫാത്തിഹയും സ്വലാത്തും അതുപോലെ തന്നെ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമായി ഹദീസുകളിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന വാചകങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ തസ്ബീത്തിന് അങ്ങനെ വാചകങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ സാധാരണയായി നാട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. ഇതിങ്ങനെ ആ പ്രയോഗങ്ങൾ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പദപ്രയോഗങ്ങൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നതുപോലെ പ്രവാചകൻ മയ്യിത്ത് നിസ്കാരത്തിൽ പഠിപ്പിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വാചകങ്ങളല്ല. എന്നാൽ അത് അങ്ങനെ ചൊല്ലുന്നത് തെറ്റാണോ? അല്ല. അത് പണ്ഡിതന്മാർ ആ ഘട്ടത്തിൽ നമ്മുടെ സഹോദരന് വേണ്ടി എന്താണ് ചോദിക്കേണ്ടത് പാപമോചനമാണ്. അതുപോലെ തന്നെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള സ്ഥൈര്യമാണ്. ഖബർ 2 ഇടത്തേക്ക് വിശാലമായി നിന്നുകൊണ്ടുള്ള ഒരു സൗഖ്യമാണ് ചോദിക്കേണ്ടത്.
അതുപോലെ തന്നെ ഖബറിലെ ഭയപ്പാടുകളിൽ നിന്ന് അവന് സംരക്ഷണം നൽകാനാണ് ചോദിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് അറബിയിൽ ചില വാചകങ്ങൾ രൂപപ്പെടുത്തിയെന്ന് മാത്രം. പക്ഷെ പലപ്പോഴും സങ്കടകരമായ കാര്യം, അവിടെ 1 മണിക്കൂർ 3/4 മണിക്കൂറും ഒക്കെ ചെലവഴിക്കുന്ന നിഷ്കളങ്കരായ സഹോദരങ്ങൾ അവർ ഈ ചൊല്ലുന്നതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? അവിടെ ഒതുങ്ങി നിന്ന് നമ്മൾ നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇത് ദിക്ർ ചൊല്ലുന്നത് പോലെ നാവ് മാത്രം അനങ്ങല്ലല്ലോ വേണ്ടത്. നമ്മൾ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത് മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും തെറ്റൊന്നുമില്ല. നമ്മൾ ആത്മാർത്ഥമായി മനസ്സിൽ നിന്ന് എൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉമ്മയാണ്, ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞൊരു വ്യക്തിയാണ്, ഒരുപാട് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാകും, റഹ്മാനായ റബ്ബേ സ്ഥൈര്യം കൊടുക്കണേ, ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള തൗഫീക്ക് കൊടുക്കണേ, ആ ഖബർ വിശാലമാക്കി കൊടുക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും വാചകത്തിന്റെ അർത്ഥം പോലും അറിയാത്ത കൂട്ടത്തിൽ ഒരു ശബ്ദമായി മാത്രം ഈണത്തിൽ അങ്ങനെ പറയുകയും ചെയ്യുന്നതിൽ വലിയ അന്തരമുണ്ട്. അതൊരു ഖേദകരമായ ഒരു കാഴ്ചയാണ്. നമ്മൾ ആ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി മനസ്സിൽ നിന്ന് കുറഞ്ഞ സമയമാണ് ചെലവഴിക്കുന്നതെങ്കിലും ആ സമയം വളരെ ആത്മാർത്ഥമായി ഈ കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കുക. ആ അറബിയിലെ വാചകങ്ങൾ ഉപയോഗിക്കാൻ അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഇതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അതിന് അർത്ഥം അറിയില്ലെങ്കിൽ ആത്മാർത്ഥമായി മലയാളത്തിൽ നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ഇനി അപ്പോൾ മാത്രമല്ല, എല്ലാ ഘട്ടത്തിലും പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. ഓർമ്മയുണ്ടാകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. വിശേഷിച്ചും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ വ്യക്തിപരമായ സമയങ്ങളെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ പിന്നെ അവന് പ്രവർത്തിക്കാനുള്ള മേഖല മുറിഞ്ഞു പോയിട്ടുണ്ട്. 3 കാര്യങ്ങൾ അപ്പോഴും അവന്റെ ഖബറിൽ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമായാലും ഖബറിൽ അവന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഇത് ഒരാൾ മരണപ്പെട്ടു ഖബറിൽ വെക്കുന്നതോടുകൂടെ പിന്നെ എല്ലാം അവസാനിച്ചു. ഭൂമിയിൽ നിന്ന് പിന്നെ ബന്ധമൊന്നുമില്ല. പക്ഷേ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഖബറിൽ കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 3 കാര്യങ്ങളാണ്. സ്വതക്കത്തുൻ ജാരിയായ സ്വതക്കയാണ്. 100 രൂപ കൊടുത്തു, ആ കൊടുത്തത് അപ്പോൾ ഉപയോഗിച്ച് തീർന്നിട്ടില്ല, കാലാകാലം അങ്ങനെ പ്രയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു വകയിലേക്ക് ഞാൻ കൊടുക്കുന്ന പണം ചെറുതാകട്ടെ വലുതാകട്ടെ ഇഖ്ലാസോടുകൂടെ ചെലവഴിച്ചിട്ടുണ്ടോ അതിന്റെ പ്രതിഫലം ഖബറിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. രണ്ടാമത്തേത്, അവൻ നേടിയ അറിവ് ആർക്കെങ്കിലുമൊക്കെ പകർന്നു കൊടുത്തിട്ടുണ്ട്. ആ അറിവ് രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ മനുഷ്യർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. മൂന്നാമത്തേത്, വലതുൻ സ്വാലിഹുൻ യദഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളാണ്. അവരിങ്ങനെ ചോദിക്കാണ്. റമദാനിന്റെ മാസത്തിൽ ഒറ്റയ്ക്കിരുന്ന് ചോദിക്കാണ്, നോമ്പുകാരനായി ചോദിക്കാണ്, യാത്രാവേളയിൽ ചോദിക്കാണ്, ഉംറക്ക് പോകുമ്പോൾ ചോദിക്കാണ്, പിന്നെ നിസ്കാരങ്ങൾക്ക് ഇടയിൽ പ്രതിഫലം കിട്ടുന്ന ഉത്തരം കിട്ടുന്ന സമയത്തിൽ അവർ ഓർത്തെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു എൻ്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ, ഖബർ വിശാലമാക്കി കൊടുക്കണേ, പാപങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലം അവർക്ക് ഖബറിൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരണപ്പെടുന്ന വേളയിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം അവരുടെ മയ്യത്ത് കാണുന്ന ഘട്ടത്തിലെങ്കിലും ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ ഭൗതികമായ ദുന്യവിയായ ചർച്ചകളൊക്കെയാണ്, വളരെ ഖേദകരമാണ്. ചില സ്ഥലത്തൊക്കെ പോയാൽ മരണപ്പെട്ട ആളോ അവരുടെ കുടുംബത്തിലുള്ള 1-2 ആളുകളോ ഒക്കെ വളരെ സങ്കടപൂർവ്വം ഇരിക്കുന്നുണ്ടാകും. ബാക്കി എല്ലാവരും ഇലക്ഷനാണ് വരുന്നത്, അതിന്റെ ചർച്ചകളാണ്, ആര് ജയിക്കുമെന്ന ചർച്ചകളാണ്, കച്ചവടത്തിന്റെ ചർച്ചകളാണ്, ഇനിയും മുറിയാത്ത അല്ലെങ്കിൽ തീരാത്ത ഭൗതികമായ കാര്യങ്ങൾ അവിടെ ഇന്ന് പറയുന്ന വൃത്തികേടുകൾ പോലും പറയുന്ന ഘട്ടമുണ്ടാകാറുണ്ട്. ആ സമയത്തെങ്കിലും മരണപ്പെട്ട ഒരു മനുഷ്യന്റെ മയ്യത്ത് കാണാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിലെങ്കിലും ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴൊക്കെ ഓർമ്മയുണ്ടോ അപ്പോഴൊക്കെ പ്രാർത്ഥിക്കുക എന്ന് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം. മരണപ്പെട്ടവർക്ക് വേണ്ടി പിന്നെ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം, അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തും ബിദൈനിഹി ഹത്താ യുഖ്ലാ അൻഹു. ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ കടവും അയാൾ ബന്ധിതനാണ്, രക്ഷ കിട്ടൂല. അതെത്ര ചെറുതാണെങ്കിലും അതുകൊണ്ട് ആ കടം നിലനിൽക്കുന്ന സമയം ഖബറിൽ അവർക്കൊരു മോചനം കിട്ടുകയില്ല. അതുകൊണ്ട് പണം അവരുടെ അനന്തരാവകാശമായി കിട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അവരുടെ കടബാധ്യതകൾ വീടാൻ പറ്റുമെങ്കിൽ, ഇനി അത് നമ്മളൊക്കെ കുറച്ച് പ്രയാസപ്പെട്ടിട്ടായാലും നമ്മൾ ജീവിച്ചിരിക്കുന്നവരാണ്, നമുക്ക് ഇനിയും സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. ആരോഗ്യ റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഇനിയും സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ സഹായിക്കാൻ ചുറ്റുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ഇനിയും ആ പ്രശ്നങ്ങളെ നമുക്ക് നേരിടാൻ പറ്റും. പക്ഷെ ഖബറിൽ കിടക്കുന്നവർ നമ്മളത് മറന്നാൽ, അനന്തരാവകാശികളായ ആളുകൾ എന്തായാലും അത് മറന്നാൽ പിന്നെ അത് വിസ്മൃതിയിലേക്ക് ആണ്ടുപോകും. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ആ കടബാധ്യത കൊണ്ട് ഖബറിൽ നിന്ന് മോചനം കിട്ടാത്ത അവസ്ഥയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. അത് ആർക്കും വീട്ടാം. ഇതിപ്പോ അനന്തരാവകാശികളാകണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്തുണ്ട്, ആ സുഹൃത്തിന്റെ മക്കൾ അവർക്ക് ദീനൊന്നുമില്ല എന്ന് കരുതാം. അവർക്ക് ദീനൊന്നുമില്ല, കിട്ടിയ ആ അനന്തരാവകാശം കൊണ്ട് അവരങ്ങനെ പിന്നെ സന്തോഷപൂർവ്വം ജീവിച്ചു പോകാണ്. അതിൽ നിന്ന് ഉപ്പാക്കുള്ള ഒരു കടം വീട്ടാൻ അവർ ശ്രദ്ധിക്കുന്നില്ല. അതറിയുന്ന ഞാൻ
അവരോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കടം നമ്മളായി വീട്ടിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. അങ്ങനെ കടം വീട്ടി കൊടുക്കുക എന്നത് ഭൗതികമായ ഇത്തര ക്രയവിക്രയങ്ങളെ കടത്തെ പോലെ തന്നെ പ്രധാനമാണ്. അള്ളാഹുവിന് എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അത് വീട്ടി കൊടുക്കുക. നേർച്ചയായും അതുപോലെ തന്നെ നോമ്പായും ഒക്കെ കടമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സ്വഹാബി ഒന്ന് പറഞ്ഞല്ലോ, ഇന്ന ഉമ്മി മാത്തത്, എന്റെ ഉമ്മ മരണപ്പെട്ടു, അലൈഹാ സൗമു ശഹ്രീൻ, അവർക്കൊരു മാസത്തെ നോമ്പ് കടമായി വീട്ടിൽ തീർക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് വേണ്ടി നോമ്പ് നോക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ ദൈനുല്ലാഹി അഹഖു അൻ യുഖ്ളാ, അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് വീട്ടാൻ ഏറ്റവും അവകാശപ്പെട്ടത്, അതുകൊണ്ട് വേഗം നോമ്പ് നോറ്റ് വീട്ടണം എന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും നേർച്ചകളൊക്കെ ആ നിബത്തിൽ നമ്മുടെ മരണപ്പെട്ടവർ നേർച്ച ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതും വേഗം പൂർത്തിയാക്കുക എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം സ്വതക്കകൾ അവർക്ക് വേണ്ടി ചെയ്യലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നുകൊണ്ട് പറയണ്ടായി, ഞാൻ എന്റെ ഉമ്മ മരണപ്പെട്ടു, വതറക മാലൻ വലം യൂസി ഫഹൽ യുകഫിറു അൻഹു അൻ അതസദ്ദഖ അൻ, അവർ മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവരെനിക്ക് വസിയത്തൊന്നും തന്നിട്ടില്ല. അവർക്ക് കുറച്ച് പണമുണ്ട്, ആ പണം മരണപ്പെടുന്നതോടുകൂടെ പിന്നെ അവരതല്ലല്ലോ, മരണം സംഭവിക്കുന്നതോടുകൂടെ ആ പണത്തിൽ പിന്നെ അവർക്ക് അവകാശമല്ല. അത് അള്ളാഹു പറഞ്ഞത് പ്രകാരം അനന്തരാവകാശികളുടെ അവകാശമാണ്. അപ്പൊ അതിൽപ്പെട്ട ഒരാൾ വന്ന് ചോദിക്കാണ്, മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്റെ പണമായി, എനിക്ക് കുറച്ച് പണം ബാക്കിയായിട്ടാണ് എന്റെ ഉമ്മ മരണപ്പെട്ടത്, അവരെനിക്ക് വസിയത്തൊന്നും തന്നിട്ടില്ല, ഈ പണം കൊണ്ട് അവർക്ക് കൂലി കിട്ടട്ടെ എന്ന് കരുതി ഞാൻ കുറച്ച് സ്വതക്കുകൾ കൊടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കൊടുത്തുകൊള്ളുക, അതുകൊണ്ട് അവർക്ക് അതിന്റെ ഗുണം കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് അങ്ങനെ സ്വതക്ക കൊടുത്താൽ ആ സ്വതക്കയുടെ പ്രതിഫലം അവർക്ക് കിട്ടും. ഇങ്ങനെ ഇതൊക്കെയാണ് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായി ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ചില അഭിപ്രായ വ്യത്യാസമുള്ള ഭാഗമുണ്ട്, ചെറിയ കാര്യങ്ങൾ. പണ്ഡിതന്മാർക്കിടയിൽ കർമ്മശാസ്ത്ര വിഷയം എന്ന നിലക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ചില മേഖലകളുണ്ട്. അതും ഒഴിച്ചു നിർത്തിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനാചാരങ്ങളെ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതായ ഒരു കാര്യം നമ്മൾ ഒരിക്കലും പ്രതിഫലം കിട്ടും, അത് സുന്നത്താണെന്ന് കരുതി ചെയ്താൽ അത് ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പറ്റുന്നതോ ന്യായീകരിക്കപ്പെടാൻ പറ്റുന്നതോ അല്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാതെ ദീനായ ഒരു കാര്യം ഒരാൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത് തള്ളിക്കളയാനുള്ളതാണ് എന്ന് നിസ്സംശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ദീന്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്, ഇതാണ് സുന്നത്ത് എന്ന് ധരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രവാചകന്റെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നതല്ലാതെ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അത് ബിദ്അത്താണ്, അത് നമുക്ക് കുറ്റം കിട്ടുന്ന കാര്യമാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ടോ, പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് നമ്മൾ സ്വയമേ വിലയിരുത്തുകയും വേണം. റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും ഖൈറായ രൂപത്തിൽ അവരുടെ ബർസഖ് ജീവിതം നയിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. യാ അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഈ മരണാനന്തരം നടക്കുന്ന അനാചാരങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ദീനാണ്, പ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതൊക്കെയാണ് പാലിക്കപ്പെടേണ്ടത് എന്ന ധാരണയിൽ മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ചില അനാചാരങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മരണപ്പെട്ട ആളുടെ അരികിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുക. അതിൽ തന്നെയും യാസീനാണ് അധികം അങ്ങനെ ഓതാൻ വേണ്ടി എടുക്കാറുള്ളത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണാസന്നരായ ആളുകൾക്ക് വേണ്ടി യാസീൻ പാരായണം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഇഖ്റഉ, നിങ്ങൾ നിങ്ങളുടെ മരണമാസന്നമായി കിടക്കുന്ന ആളുകൾക്ക് മുന്നിൽ യാസീൻ പാരായണം ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക എന്ന്, അത് അവർക്ക് സമാധാനത്തെ പകരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മരണാസന്നമായ ആളുകളുടെ മുന്നിൽ ഖുർആൻ ഓതി കേൾപ്പിക്കാം. നമുക്കറിയാം ഖുർആൻ അതെപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് തദ്കിറത്തായി, ഷിഫ ആയി, റഹ്മത്തായി, സമാധാനമായാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മയ്യിത്തായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഭൗതിക ശരീരം അത് ആ നിലക്ക് അതിനെ ഉപകാരപ്പെടുന്ന ഒന്നല്ല. നമുക്കറിയാം, കേൾക്കാനും അനുഭവിക്കാനും കഴിയാത്ത ഒരു ഭൗതിക സാഹചര്യത്തിൽ നമ്മൾ ചുറ്റും നിന്ന് ഖുർആൻ ഓതുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്നാൽ അതേസമയം മരണം കിട്ടുന്ന ഒരാൾക്ക് ഖുർആൻ ഓതാൻ പാടില്ല എന്നൊന്നുമല്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി മരണം വീട്ടുന്നോ ഏത് സ്ഥലത്തുനിന്നോ ഖുർആൻ പാരായണം ചെയ്യാം. പക്ഷെ മരണപ്പെട്ട ഒരു മനുഷ്യന്റെ മയ്യിത്ത് അതൊരു മുസ്ലിം വീടിന്റെ അടയാളമായി തന്നെ മനസ്സിലാക്കുന്ന ചില ആളുകളുണ്ട്. അന്ന് മരണപ്പെട്ട ഒരു മുസ്ലിമിന്റെ വീടാണെങ്കിൽ അവിടെ കുറച്ച് ആളുകൾ ഖുർആൻ പാരായണം ചെയ്യണം. അതും തന്നെ ആരെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മൾ നോക്കൂ, ഈ പ്രാർത്ഥനയുടെ വിഷയം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെയും നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? ആ പ്രാർത്ഥന ഏത് വിശ്വാസി അവർക്ക് വേണ്ടി നടത്തിയാലും അവർക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്.
അതിന് സമൂഹത്തിൽ ഇന്ന ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് അവരുടെ നേതൃത്വത്തിൽ 4 ആളുകൾ കൂടി പ്രാർത്ഥിച്ച് അങ്ങനെയൊന്നുമില്ല. ഒരാൾ പള്ളിയിൽ നിന്ന് ഇമാമ് വരണം, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട ആൾ വരണം, എന്നിട്ട് അയാൾക്ക് മാത്രം അറിയുന്ന കുറച്ച് പ്രാർത്ഥനകൾ ഉണ്ട്, അങ്ങനൊന്നുമില്ല. എന്താ നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അത് ഇസ്ലാം പഠിപ്പിച്ചു. മരണാനന്തര ജീവിതത്തിൽ അവർ നേരിടുന്ന ഭയാനകരമായ കാഴ്ചകളുണ്ട്, ഭയാനകരമായ അനുഭവങ്ങളുണ്ട്. അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ നന്മകൾ ചെയ്തത് കബൂലായി അതിന്റെ പ്രതിഫലം അവർക്ക് നൽകണേ എന്ന് റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതെല്ലാ മുസ്ലിമും പ്രാർത്ഥിച്ചാലും ഒരുപോലെ തന്നെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരാൾ വന്ന് പ്രാർത്ഥിച്ചാൽ, അങ്ങനെ ഒരു ഇന്ന വ്യക്തി ഇന്ന കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തോ വലിയൊരു ശ്രേഷ്ഠത അങ്ങനെയൊക്കെ ആളുകളുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരു തത്വം തന്നെ യഥാർത്ഥത്തിൽ ഇല്ല. പിന്നെ ഖുർആൻ പാരായണം നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യർ അവർ നമ്മൾ മരണ വീട്ടിൽ നിന്നാണെങ്കിലും കല്യാണ വീട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്ക് പാരായണം ചെയ്യാം. അങ്ങനെ നമ്മൾ ചുറ്റും നിന്ന് പാരായണം ചെയ്തത് കൊണ്ട് മയ്യത്തിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. മാത്രമല്ല അത് ഹദീസിലില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ മരണപ്പെട്ട ആ മയ്യത്തിനെ കണ്ണടക്കണമെന്ന് പഠിപ്പിക്കുന്നത് മുതൽ കബറരികിൽ കബർ ഇറക്കി വെച്ച് പിന്നെ വന്ന് 3 ദിവസം എന്ത് നടക്കണമെന്ന് വരെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത്ര കൃത്യവും വ്യക്തവുമായി നടപടിക്രമങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഹദീസിൽ, കാലം ഇത്രയായുള്ള ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതിർന്ന സ്വഹാബികൾ മരണപ്പെട്ടപ്പോൾ അവരിൽ തന്നെ പ്രഗത്ഭരായ സ്വഹാബികൾ കൂട്ടം കൂടിയിരുന്ന ഒരു ഖുർആൻ ഓതുന്ന രംഗമില്ല. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ആ നിലക്കുള്ള ഗുണമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതൊന്ന്, മയ്യത്തിനെ അനുഗമിക്കുമ്പോൾ ഉച്ചത്തിൽ തക്ബീറുകളും തഹ്ലീലുകളും ദിക്റുകളും ഒക്കെ ചൊല്ലുന്ന ഒരു രംഗമുണ്ട്. മയ്യത്തിനെ അനുഗമിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീലാണ് അധികവും ചൊല്ലാറുള്ളത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്തിനെ അനുഗമിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? ആ അനുഗമിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത്. ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രധാനമായി 2 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ആ മയ്യത്തിനോടൊപ്പം ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഈമാനുണ്ട്. അല്ല, ഇന്നലെ വരെ നമ്മുടെയൊക്കെ കൂടെ കഴിഞ്ഞവർ, ഒരുപാട് ഓർമ്മകളുള്ളവർ, ഈ മരണവാർത്ത കേട്ടപ്പോൾ എന്റെ മനസ്സ് നടുങ്ങിയതുപോലെ ഇന്നലെ വേറൊരു മരണവാർത്ത കേട്ടപ്പോൾ ഇദ്ദേഹം നടുങ്ങിയതാണ്, പ്രായത്രയേ ഉള്ളൂ എന്നൊക്കെയുള്ള പല നിലക്കുള്ള ഒരു തസ്കിയത്തിന്റെ ഓർമ്മ ആ മയ്യത്തിന്റെ കൂടെ നടക്കുമ്പോൾ നമുക്കുണ്ടാകും. രണ്ടാമത്തേത്, മരണപ്പെട്ടവരോട് അവരുടെ കുടുംബങ്ങളോട് നമ്മൾ കാണിക്കേണ്ട ഒരു ബാധ്യതയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒപ്പം മരണപ്പെട്ടാൽ ഞാൻ ആ മരണവാർത്തയും കൊണ്ട് എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എത്ര ഭയാനകരമായിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യവും ചെയ്യുന്നത് വളരെ എന്റെ മനസ്സുകൊണ്ടും എന്റെ ശരീരം കൊണ്ടും ഒക്കെ എനിക്ക് താങ്ങാൻ കഴിയാത്ത കാര്യമായിരിക്കും. അവിടെ മുഅ്മിനീങ്ങൾ, മുസ്ലിങ്ങൾ, അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്നിച്ചുണ്ടാകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ജനാസയെ അനുഗമിക്കുമ്പോൾ നടക്കേണ്ട കാര്യം. അല്ലാതെ ഉച്ചത്തിൽ ദിക്റ് ചൊല്ലുന്ന ഒരു കാര്യം, ശാന്തമായി ഈ നടത്തത്തിൽ തന്നെ ദിക്റ് ചൊല്ലുന്നതിനൊന്നും ആരും എതിരൊന്നുമല്ല. നമുക്ക് ഏത് സമയത്തും ചൊല്ലാവുന്ന ദിക്റ് അപ്പോഴൊക്കെ ചൊല്ലാം. പക്ഷെ ഇങ്ങനെ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ഉച്ചത്തിൽ തക്ബീർ ചൊല്ലുന്നത്, തഹ്ലീൽ ചൊല്ലുന്നത് അതെന്തോ ഒരു സുന്നത്താണെന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു ഹദീസ് ഗ്രന്ഥങ്ങളിൽ എവിടെയും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഭൂരിഭാഗം മുസ്ലിങ്ങൾ പിന്തുടരുന്ന ശാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാരും തന്നെ പഠിപ്പിക്കുന്നത് സുകൂത്തോടുകൂടെ ആയിരിക്കണം ആ നടത്തുണ്ടാകേണ്ടത്. അപ്പോഴാണ് ആത്മാർത്ഥമായി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഓർത്തെടുക്കാൻ ഒരു മനുഷ്യന് സാധിക്കുക എന്ന്. അതുപോലെ തന്നെ സുന്നത്ത് പ്രകാരം എന്താണ്, മരണവീട്ടിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ കുടുംബക്കാരും അടുപ്പക്കാരും അയൽവാസികളും ഒക്കെ അങ്ങോട്ട് ഭക്ഷണം വെച്ച് 2-3 ദിവസം അവരെ നന്നായി നോക്കണമെന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണസമയത്ത് പറഞ്ഞു എന്നാണ്, ഇസ്നഉ ലിആലി ജഅഫർ തുആമൻ, ജാഫർ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഫഖദ് അതാഹും മാ യശാലുഹും, അവരുടെ മനസ്സ് ഇനി അവർക്ക് ഈ 2-3 ദിവസം അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഇല്ലാത്ത ആരോഗ്യത്തിലേക്ക് അവരുടെ മനസ്സ് അവരെ ബിസിയിലാക്കിയിട്ടുണ്ട്, അവരെ ഒരു തിരക്കിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലെ, നമുക്കത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ, എന്റെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടാൽ ആ ദുഃഖഭാരം സഹിച്ച് എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് ഒരു മുസ്ലിം ഇടപെട്ട് കൊടുക്കേണ്ടത്. എന്റെ അയൽവാസിയാണെങ്കിൽ ഞാനത് അറിഞ്ഞ് ചെയ്യണം. അവരുടെ ഭക്ഷണം ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. തിന്നാൻ കൂട്ടാക്കുന്നുണ്ടാകില്ല, അതിന് പ്രേരിപ്പിക്കണം. അവരുടെ വീട് അടുക്കും ചിട്ടകളും ആക്കി കൊടുക്കണം. ഇത് ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. അല്ലാതെ മരണപ്പെട്ടതിന്റെ 1-നോ 2-നോ 3-നോ 4-നോ 40-നോ 50-നോ 60-നോ മാസത്തിനോ കണക്കാക്കി നമ്മൾ വലിയ സദ്യ വെക്കുക, 4 കൂട്ടം വിഭവങ്ങൾ വിളമ്പുക, എന്നിട്ട് മനുഷ്യരെല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കുക, എന്നിട്ട് ഈ പറഞ്ഞതുപോലെ 1-2 പ്രധാനപ്പെട്ട ആളുകൾ, നിശ്ചയിക്കപ്പെട്ടവർ, അവർ വന്ന് കുറെ ആളുകൾ കൂടിയിരുന്ന് പ്രാർത്ഥന ചൊല്ലി പിരിയുക. നമുക്കിതൊക്കെ ചെയ്യാം. ഇതൊക്കെ പ്രവാചക പഠിപ്പിച്ചു തന്നിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യണം.
ഇതിന് ലോജിക്കൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നല്ലോ 3 ദിവസം അവർ ആ താസിയത്തിന് വേണ്ടി ഇരിക്കട്ടെ, അവർ അവരുടെ അവരുടെ മറ്റു ഭൗതിക കാര്യങ്ങളിൽ നിന്ന് മാറി ആ ദുഃഖഭാരം ഇറക്കി വെക്കുന്നത് വരെ അവർ ഒന്ന് ക്ഷമിച്ചിരിക്കട്ടെ. ആ സമയത്ത് സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ സന്ദർശിക്കൂ, അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കൂ, സാന്ത്വനം കൊടുക്കൂ, അവരോട് സംസാരിക്കൂ എന്നൊക്കെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിന്റെയും കണക്കെടുത്ത് ഒരു ദിക്ർ മജ്ലിസിനോ ദുആ മജ്ലിസിനോ സംഗമം കൂടാനോ പഠിപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതിന്റെ കാര്യം. മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് വെച്ചു വിളമ്പി കൊടുക്കുക എന്നതല്ല, മരണപ്പെട്ട ആളുകൾക്ക് അവരുടെ കൂട്ടുകുടുംബക്കാർക്ക് ഇങ്ങോട്ട് വന്ന് കൊടുക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രഗത്ഭമായ നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകളും പിന്തുടരുന്ന ഷാഫി മദ്ഹബാണ്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയാണ്, വഉഹിബ്ബു ലിജീറാനിൽ മയ്യിത്തി ഔ ദീ ഖറാബതിഹി അയ്യഅമലൂ ലിഅഹ്ലിൽ മയ്യിത്തി ഫീ യൗമി യമൂതു വലൈലതിഹി തആമൻ യുശ്ബിഉഹും ഫഇന്ന ദാലിക സുന്നah. ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ തൊട്ടടുത്ത കുടുംബക്കാരോ അയൽവാസികളോ ഒക്കെ അങ്ങോട്ട് ഭക്ഷണം വെച്ച് കൊടുക്കുക എന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാണ് സുന്നത്തിനോട് യോജിക്കുന്നത്. ദിക്റുൻ കരീമുൻ, അതാണ് ഏറ്റവും നല്ല മാതൃകയായ കാര്യം. വഹുവ മിൻ ഫിഅലി അഹ്ലിൽ ഖൈരി ഖബ്ലന വബഅദന. ഇനി നമ്മുടെ മുമ്പായാലും നമ്മുടെ ശേഷമായാലും നന്മയുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇത്തരുണത്തിലാണ് എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിനങ്ങനെ ആണ്ടുകൾ പ്രത്യേകിച്ച് ദിവസങ്ങൾക്കും കാര്യമില്ല. അങ്ങനെ ഭക്ഷണങ്ങൾ വെച്ച് വിളമ്പുക എന്ന് പറയുന്നത് സുന്നത്തിനോട് യോജിക്കുന്ന കാര്യവുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ മരണപ്പെട്ട ആളുകൾക്ക് കബറടക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കബറരികിൽ നിന്ന് തസ്ബീത്ത് ചൊല്ലണം എന്ന് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞു. അതാണ് സുന്നത്തുള്ളൂ. എല്ലാവരും അവരാൽ കഴിയുന്ന അത്ര സമയം അവിടെ ചെലവഴിക്കുക, അവർക്ക് വേണ്ടി തസ്ബീത്ത് ചോദിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ നിന്ന് മടങ്ങി വന്നാൽ പിന്നെ തിരിച്ച് നമ്മുടെ ഭൗതിക കാര്യങ്ങളിലേക്ക് തന്നെ വ്യാപൃതരായി കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആളെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ നമ്മളൊന്ന് മങ്ങിപ്പോകും. പിന്നെ കുറെ ഒന്നും പ്രാർത്ഥിക്കുക എന്നത് ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. പക്ഷെ അവിടെ നിൽക്കുന്ന സമയം ആത്മാർത്ഥമായി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന ഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥന അവർക്ക് ഉപകരിച്ചേക്കാം. അത് ചെയ്യണം, സുന്നത്തിൽപ്പെട്ടതാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അതല്ലാതെ പിന്നെ പോന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഖബറരികിൽ ചെന്ന് ഒരു രഹസ്യം പറയുന്നത് പോലെ അല്ലെങ്കിൽ എളുപ്പപ്പണിയൊക്കെ എടുക്കുന്നത് പോലെ ഒരാൾ അവിടെ ദീർഘനേരം നിന്ന് അവിടെ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുക, എന്നിട്ട് അവിടെ ഒരു ഖത്ം ഓതി തീർക്കാൻ വേണ്ടി നേർച്ചയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇസ്ലാമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം, ലാ തജഅലു ബുയൂതകും മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഖബർസ്ഥാനുകളാക്കി മാറ്റാൻ പാടില്ല. ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നിടത്ത് നിന്ന് പിശാച് പെട്ടെന്ന് തന്നെ ഓടിപ്പോകും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹദീസിന്റെ താല്പര്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യുക, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. ബഖറ പാരായണം ചെയ്താൽ പിശാച് ഓടിപ്പോകും. അങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വീട് നിങ്ങൾ നിലനിർത്തണം. ഖുർആൻ പാരായണങ്ങൾ ഒഴിഞ്ഞ മക്ബറകളാക്കി നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മാറ്റരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ആളുകൾക്കൊക്കെ മനസ്സിലാകുന്ന അന്നത്തെ കാലത്ത് മക്ബറയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ ഖുർആൻ പാരായണം ചെയ്യാറില്ലാത്തത് കൊണ്ടാണ് പാരായണം ചെയ്യാതെ നിങ്ങളുടെ വീടുകൾ മക്ബറകളാക്കി മാറ്റരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് കബറിടത്തിൽ നിന്ന് അങ്ങനെ ഒരു ഖത്ം ഓതി തീർക്കുന്ന ഒരു ഏർപ്പാടൊന്നുമില്ല. അത് സുന്നത്തിലുള്ള സ്ഥിരപ്പെട്ട കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നു എന്നത് അവർക്ക് കൂലി കിട്ടും എന്നത് സ്ഥിരപ്പെട്ട കാര്യമല്ല. ഇങ്ങേപ്പുറത്ത് സ്ഥിരപ്പെട്ട കുറേ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാൻ ദീന് നമ്മൾ അനുവദിക്കുന്നത് സുന്നത്തിനോട് യോജിക്കുന്ന കാര്യമുണ്ട്. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു സ്ഥലത്ത് പ്രവാചകന്റെ സുന്നത്തിന് വിരുദ്ധമായൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, സുന്നത്തിലില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമ്മൾ തമസ്കരിച്ച് ഒഴിവാക്കുന്നത് ഒരു സുന്നത്തിനെ ആയിരിക്കും. ഒരു മയ്യത്തിനെ അനുഗമിക്കുന്ന സമയത്ത് ഉറക്കെ തഹ്ലീൽ ചൊല്ലേണ്ടതില്ല എന്നതാണ് സുന്നത്ത്. അത് ചൊല്ലാതെ സുക്കൂത്തോടുകൂടെ നിശബ്ദമായി ഓർത്തെടുത്ത് തസ്കിയത്തിന്റെ ബോധത്തോടുകൂടെ മയ്യത്തിനെ അനുഗമിക്കുക എന്ന സുന്നത്തിനെ ആണ് നമ്മൾ എന്താക്കുക, അവിടെ ഉച്ചത്തിൽ തക്ബീർ വിളിച്ചാൽ തഹ്ലീൽ വിളിച്ചാൽ അവിടെ തമസ്കരിക്കപ്പെടുക. അപ്പൊ എവിടെയൊക്കെ ബിദ്അത്തിന്റെ ഭാഗങ്ങൾ ഉടലെടുക്കുന്നുണ്ടോ അവിടെയൊക്കെ ഒരു സുന്നത്തിനെ മാറ്റി നിർത്തി മാത്രമേ ഒരു ബിദ്അത്ത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് എല്ലാ നിലക്കും അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കർമ്മങ്ങളെ ക്രമീകരിച്ച് ജീവിതത്തെ നയിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് വന്നു വീട്ടിൽ ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്ന റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ,
പ്രയാസങ്ങളെ ഈമാനോടെ സ്വബറോടെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين. آمين آمين برحمتك يا أرحم الراحمين.